ഡ്രീംസ്. യു ഷുഡ് ഹാവ് ദാറ്റ് വിഷൻ. നമ്മൾ ആസ്യം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇതൊരു മിഷനാണ്. ആ മിഷനോടൊപ്പം നമുക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ വിഷൻ ഉണ്ടാവും. അല്ലാണ്ട് ഒരു ഉപ്പോ മുളകോ വിറ്റാൽ അതിനകത്ത് നിന്ന് 5 പൈസ കിട്ടും, അത് എത്ര കിട്ടും, ഈ മാസം എന്റെ അക്കൗണ്ടിലേക്ക് വല്ലതും വീഴോ, അതല്ല നമ്മൾ ചെയ്യുക. ഒരിക്കലും ഒരു സ്ഥലത്ത് 3 പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കട്ട പെറുക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ കൂടി വഴി പോകുന്ന ഒരു നടന്നു പോയ ഒരാൾ ചോദിച്ചാൽ എന്താ മാഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എണ്ണാണുണ്ട് കട്ട പെറുക്കി വെക്കുന്നത്. പലരും ചോദിക്കുന്നത് ചിലപ്പോൾ ബസ്സിലേക്ക് പോകുമ്പോ ഈ ബസ് എങ്ങോട്ടാ, അത് ബോർഡുണ്ടല്ലോ നോക്കിവിടും, കിട്ടുന്നുണ്ടോ, കണ്ടിട്ട് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ? അതിന് ആ താല്പര്യം ഇല്ലാണ്ട് ആ ബസ് ഓടിക്കുന്നത്, ആ ഡ്രൈവറിന്റെ സീറ്റിൽ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിനോട് പറയും മാഷെ ആ ബസ് ഇങ്ങോട്ട് ഇറങ്ങും, നമുക്ക് സ്വന്തം ബെൻസ് ഓടിക്കാം, അതിന്റെ ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം. തീരെ താല്പര്യമില്ല അവിടെ ഇരിക്കാൻ, അതുകൊണ്ടാണ് പറഞ്ഞത് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആളോട് ചോദിച്ചു എന്താ മാഷെ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാം, കണ്ടുണ്ട് കട്ടവർക്ക്. അപ്പൊ അയാൾ രണ്ടാമത്തെ ആളോട് ചോദിച്ചു അല്ല എന്താ ചെയ്യുന്നത്? അല്ല മുന്നേറി ചെയ്യുന്ന പണി ഒന്ന് തന്നെ. അവിടെ ഞാൻ പറഞ്ഞ ഒരു മതില് കെട്ടിക്കൊണ്ടിരിക്കുക, ഒരു വാൾ ബിൽഡിങ്. മൂന്നാമത്തെ ആളോട് ചോദിച്ചു നിങ്ങൾ എന്താ മാഷെ ചെയ്യുന്നത്? ഞാനൊരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഹലോ, 3 പേരും ചെയ്തുകൊണ്ടിരുന്ന പണി സെയിം ആണ്, പക്ഷെ 3 പേരും കൊടുത്ത ഉത്തരം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, അതിനോടുള്ള കാഴ്ചപ്പാട് അതേപോലെയാണ്. ഞാൻ ആസ്യം ബിസിനസ്സിൽ ഓരോ ആളുകളെയും ചേർക്കുമ്പോൾ എന്താ മാഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെ ഞാൻ പേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെ ഞാൻ ആളുകളെ പിടിച്ചോണ്ടിരിക്കുക. അവനെ എങ്ങനെ മാട്ടിലാക്കാം സാറേ? ഒരുത്തിന് ഞാൻ പകുതി മുക്കാലും കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട്. സാറും കൂടി ഇങ്ങോട്ട് വന്നാൽ അവനെ ഞാൻ മുഴുവൻ കുപ്പിയിലാക്കും. എങ്ങനെ ഒരുത്തിനെ എങ്ങനെ കറക്കിയെടുക്കാം? സാറാവുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെന്താണ്. സാറ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുപ്പിയിൽ വീഴും. ഇതിനെ കുപ്പിയിലാക്കുന്ന പരിപാടിയായിട്ടാണ് പലരും കണ്ടത്. പലരും കയറും ഒക്കെ കൊണ്ടാകുന്ന എങ്ങനെ വട്ടട്ട് പിടിക്കാം. നമ്മളെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കാം. ഹലോ, നമ്മള് ആളുകളെ പിടിക്കുന്ന ബിസിനസ്സിലല്ല, നമ്മൾ സോപ്പ് വെക്കുന്ന ബിസിനസ്സിലല്ല. നമ്മൾ എന്ത് ബിസിനസ്സിലാണ്? We are building a business for the next generation. അടുത്ത തലമുറയെ സംരക്ഷിക്കാനുള്ള ബിസിനസ് നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ആ ഡ്രീം, ആ ഗോൾ, ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടാവും. ഓരോ ആളുകളെയും നമ്മൾ ആർസിമിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളിൽ കൂടി നമുക്ക് എത്ര വലിയ ബിസിനസ് കൊണ്ടുവരാം. ഓരോ ജോയിനിങ്ങും നമ്മളുടെ ഫ്രാഞ്ചൈസീസ് ആണ്. KFC ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ, പതഞ്ജലി ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഷോപ്പ് പോലെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഓരോ ആളുകളും നമ്മളുടെ ഓരോ ഫ്രാഞ്ചൈസീസ് ആണ്. അവരിൽ കൂടി നമുക്ക് വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും. അഖിൽദാസ് സാർ ഇവിടെ കൊല്ലത്ത് വന്ന് ശിവദാസൻ സാറിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിൽ ഒരു ജോയിനിങ് അല്ല കണ്ടത്, അദ്ദേഹത്തിൽ കൂടി ആ കൊല്ലത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ബിസിനസിനെ കാണാൻ സാധിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു ബിസിനസ് കൊണ്ടുവരാൻ പറ്റിയത്. നമ്മൾ കൂടെ വരുന്ന ഓരോ ആളുകളിൽ കൂടിയും ഓരോ ജോയിനിങ്ങിൽ കൂടിയും എനിക്ക് എങ്ങനെ ഈ ബിസിനസിനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ ബിസിനസ് കെട്ടിപ്പടുത്താം. You are going to build a business organization of your own, നിങ്ങളുടെ സ്വന്തം. ഇതിന് 2 പ്രശ്നങ്ങളാണ് ആർസിഎമ്മിന്. കേട്ടോ ധന്യാജി, ആർസിഎമ്മിന് 2 പ്രശ്നങ്ങളാണ്. നമ്പർ 1 പ്രോബ്ലം, യു ആർ ദ ബോസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ബിസിനസിന്റെ ബോസ് ആരാ? ഓണർ ആരാ? നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസിന്റെ ഓണർ ആരാണ്? യു ആർ യുവർ സെൽഫ്. ഇതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം നിങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ അത് മനസ്സിലാക്കി ഇവിടെ എന്റെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ ഞാൻ തന്നെ ഇനിഷ്യൽ, ബിക്കോസ് ഞാൻ തൊട്ടിട്ടാണ് എന്റെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 2 പേരെ സ്പോൺസർ ചെയ്യുന്നു, അവരിൽ കൂടി 10 പേര് വരുന്നു, അവരിൽ കൂടി കൊല്ലം ഡെവലപ്പ് ആവുന്നു, ട്രിവാൻഡ്രം ഡെവലപ്പ് ആവുന്നു, കന്യാകുമാരി ഡെവലപ്പ് ആവുന്നു, തമിഴ്നാട്ടിലേക്ക് കയറുന്നു. എന്റെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് ഫ്രം മീ. അപ്പൊ ഞാനാണ് അതിന്റെ ഓണർ. അപ്പൊ ഇവിടെ ഓരോ തീരുമാനങ്ങളും ഞാനൊരു ഓണർഷിപ്പോട് കൂടി എടുക്കണം, വിത്ത് റെസ്പോൺസിബിലിറ്റി. ഓണർഷിപ്പ് എന്ന് എന്താ? റെസ്പോൺസിബിലിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഹോട്ടൽ നടത്തുന്ന ഓണറിന് ആ ഹോട്ടൽ സക്സസ്ഫുൾ ആക്കുന്നതും പ്രോഫിറ്റബിൾ ആക്കുന്നതും
ആ ഹോട്ടൽ നടത്തുന്ന ഓണറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഞാൻ RCM ബിസിനസ്സിൽ വന്നാൽ ഞാൻ തൊട്ടിട്ടാണ് എന്റെ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് എന്റെ അപ്ലൈനല്ല എന്റെ ബിസിനസ് നോക്കി നടത്തേണ്ടത്. ടേക്ക് ദാറ്റ് ചാർജ്. സക്സസ്ഫുൾ ആകും. ഞങ്ങൾ RCM കേരളത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് പ്ലാൻ പറഞ്ഞു തരാനോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രോഡക്റ്റ് കിട്ടില്ലേ, പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പിക്കപ്പ് സെന്ററുകളില്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേട്ട ആളുകളോട് അങ്ങനത്തെ കാലഘട്ടമായി. അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ലീഡർഷിപ്പ്. ലീഡർഷിപ്പിനാണ് ആദ്യത്തെ എന്താണ്? ഡ്രീംസ്. ഡ്രീം വേണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. സംതിങ് ഐ ഹാവ് ടു ഡു ഇൻ മൈ ലൈഫ്. അപ്പൊ നമ്മളുടെ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ചെറിയ ചെറിയ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് വലിയ വലിയ കാറുകളുടെ പേരാ പറയും. ആണല്ലോ, ഏതാ മോനെ നിന്റെ ഡ്രീം കാർ എന്ന് വെച്ചാൽ അവൻ ചെറിയ കാറെന്നും പറയും. വലിയ വലിയ കാറുകളുടെ പേരേ പറയുള്ളൂ. അവനങ്ങനെ വലുതായി 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 വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു കാറ് കഴുകുന്ന ജോലി കിട്ടിയാലും മതി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് വരും. ആണോ അല്ലയോ? എന്താ അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? ചെറുപ്പത്തിൽ ചോദിച്ചപ്പോൾ ബെൻസ് വേണമെന്നാ പറഞ്ഞു. ഞാൻ അവസാനം കിട്ടിയത് ബെൻസ് കഴുകുന്ന ജോലിയാണ്. എന്താ അങ്ങനെ മാറിയത്? എന്തുകൊണ്ട് അങ്ങനെ മാറിപ്പോയത്? എന്തുകൊണ്ട് അങ്ങനെ മാറിപ്പോയി? ജീവിതത്തിൽ ഏതാണ്ട് എത്ര പെർസെന്റേജ് വൈസ് എത്ര പേര് സക്സസ്ഫുൾ ആവും? സക്സസ്, നോട്ട് സക്സസ്ഫുൾ. എത്ര പെർസെന്റേജ് ആണ് നോട്ട് സക്സസ്ഫുൾ പീപ്പിൾ? സക്സസ് ആവാത്ത ആൾക്കാർ എത്ര പേരാ? എത്ര പെർസെന്റേജ്? 95%. ഒരു എന്തായാലും പറയാം, കുറച്ചൊരു കഴിവ് കാണിക്കൂ. ഇത്ര ഊഢമായിട്ട് 80% ആളുകളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. പരാജയപ്പെട്ടില്ല ഞാൻ എഴുതിയില്ല, ഫെയിലിയർ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. എത്ര ശതമാനം ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്? 20%. എന്താ ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഈ 20% ആളുകളിൽ കണ്ണു കാണാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, കൈയില്ലാത്തവരുണ്ട്, സ്കൂളിൽ പോകാത്തവരുണ്ട്, പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ബാങ്കുകളിലൊക്കെ ചെന്ന് അവരുടെ അതിന് ഹിന്ദിയിൽ പറയാം അങ്കുട്ടാ ചാപ്പ് എന്നാ പറയാം. സിഗ്നേച്ചർ പോലും ചെയ്യാൻ സ്വന്തമായിട്ട് അറിയാത്തവരുണ്ട്. അവർ 20% വന്നിട്ട് ആർസിഎം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളുടെ സ്വന്തം വണ്ടിയിൽ, അതായത് അയാൾക്ക് കയ്യും കാലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ബെൻസ് കാറിന്റെ പിൻ സീറ്റിലിരുന്ന് മുന്നിൽ ഡ്രൈവറെ വെച്ച്, ആ ഡ്രൈവറിന് കയ്യുണ്ട് കാലുണ്ട് ബുദ്ധിയുണ്ട് സ്കൂളിലും പോയിട്ട് എല്ലാം ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഡ്രൈവറാക്കിയത്. 50,000 രൂപ ശമ്പളത്തിൽ ഇന്റർവ്യൂ ചെയ്താണ് ഡ്രൈവറാക്കി അവനെല്ലാം. ഈ ബാക്കിലിരിക്കുന്ന കോടീശ്വരന് ഇതൊന്നുമില്ല. അയാൾ 20% കാറ്റഗറിയിൽ വരും. എന്താ ഇവര് തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഏത് കാറ്റഗറിയിൽ വരാൻ താല്പര്യം? 20% അല്ലേ? അത് ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടണം. ലോട്ടറി അടിക്കണം, വലിയ അധ്വാനമൊന്നും ഇല്ലാതെ. നമ്മളിങ്ങനെ സീരിയലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് പറയണം, സക്സസ്ഫുൾ, അടിപൊളി അടിപൊളി, ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനത്തെ ദിവസം എന്തായിരിക്കും വരിക? നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലങ്ങള്, പള്ളികള്, ഞായറാഴ്ചകളും വെള്ളിയാഴ്ചകളിലും ഒക്കെ പോകുന്നത്, ശനിയാഴ്ചകളിൽ പോകുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ എന്നായിരിക്കും നമ്മളെ 20%-ലേക്ക് ആക്കി തരാം. ഈശ്വരാ, അപ്പൊ അവിടെ നിങ്ങൾ അനുഗ്രഹം മോനെ 20-ലോട്ട് കയറിക്കാം. അങ്ങനെ ഒരു ദിവസം വരുമോ? അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ജ്യോത്സ്യനെയും കാണാൻ പോകണ്ട, ഒരമ്പലങ്ങളിലും പോകണ്ട, ഒരു ഈശ്വരനും നമ്മളെ 20%-ലേക്ക് ആക്കി തരില്ല. അവരവർ തന്നെ ഇറങ്ങണം. നമുക്ക് ഇതെല്ലാവർക്കും നമുക്ക് ഒരുപോലെയാണ് നമ്മളെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മളെ വിളിക്കാം. ഓപ്പർച്യൂണിറ്റി വരാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ കുറവ് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഈ 50% കുടുങ്ങിപ്പോയത്. നമ്മൾ 80% കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ അവരവര് തന്നെയാണ്, ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടല്ല.
അയാളുടെ പേരെന്താണെന്ന് അറിയില്ല, ഒരു കയ്യും കാര്യം മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു വിദേശി. കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ സ്പീച്ച്? ആരും കണ്ടിട്ടുണ്ടോ? കയ്യുമില്ല കാലുമില്ല ഒന്നുമില്ല. ആ മോട്ടിവേഷണൽ സ്പീക്കർ എന്താണ് അയാളുടെ ഒരു സെഷന് കൊടുക്കണം ലക്ഷങ്ങൾ. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്തായാലും കുട്ടികൾക്ക് പേടിയായിരുന്നു അയാളുടെ രൂപം കണ്ടിട്ട്. അയാളുടെ ജീവിത കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അന്ന് സൂയിസൈഡ് ചെയ്യും. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പേര് അറിയാൻ നിങ്ങൾ യൂട്യൂബിലെ മറ്റും സെർച്ച് ചെയ്തിരിക്കാൻ ടെൽമി. നിങ്ങൾക്കും അദ്ദേഹത്തിന്റെ വീഡിയോ ചാനൽസ് കാണാം. ക്രോർപതിയാണ്, ക്രോർപതി, കയ്യുമില്ല കാലുമില്ല. അദ്ദേഹം സ്വിമ്മിങ് ചെയ്യും, അടിപൊളി സ്പീക്കറാണ്, ഇഷ്ടം പോലെ ബുക്സുകൾ എഴുതി, ഈസ് ആൻ ഓഥർ. നമ്മളോ അദ്ദേഹം ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു. ജീവിതത്തിൽ ഹാർഡ്ഷിപ്സ് ടേക്കപ്പ് ചെയ്തു. ഈ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്. അതെന്താണ്? ജീവിതത്തിൽ വിജയിക്കുക. ആർസിഎം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ആർസിഎമ്മിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നവരെല്ലാവരും 20% ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇന്നിവിടെ ഇപ്പം 200 പേര് 300 പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആർസിഎമ്മിലേക്ക് ജോയിൻ ചെയ്തോ, അഖിൽദാസ് സാർ വന്ന് നിങ്ങളെല്ലാവരും കൂടി 20% കൊണ്ട് ഇരുത്തും എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ശിവദാസൻ സാറൊന്നും നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നു. ഇവിടെ വന്ന് ഈ മീറ്റിംഗ് കയറി കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിന്റെ പ്രോസസ് അണ്ടർഗോ ചെയ്യാൻ തയ്യാറാണ്. എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? സക്സസ് ഒരു പ്രോസസ്സാണ്. സക്സസ് ഓവർനൈറ്റ് ഉണ്ടാവുന്നല്ല. ഒരു രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും നമ്മളതിന് സക്സസ് അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവില്ല. നമുക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ അതിനൊരു പ്രോസസ് ഉണ്ട്. ഉണ്ടല്ലോ? ഒന്നുമില്ലയോ? ഒരു ഡോക്ടർ ആവണമെങ്കിൽ, വക്കീലാവണമെങ്കിൽ, ജീവിതത്തിൽ സക്സസ്ഫുൾ ആണെങ്കിൽ, എന്തെങ്കിലും പ്രൊഫഷണൽ ആവണമെങ്കിൽ, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ, ഫുട്ബോൾ കളിക്കണമെങ്കിൽ 140 കോടി ആളുകളുണ്ട് ഇന്ത്യയിൽ. 10-20 എണ്ണപ്പെട്ടി ആൾക്കാരാണ് ക്രിക്കറ്റില് അല്ലെങ്കിൽ ഫുട്ബോളില് ഇന്ത്യയെ നാഷണൽ ലെവലില് റെപ്രസെന്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. ആ 20 പേര് ആരാ? എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി? അവരെക്കാളും കഴിവുള്ളവരുണ്ടോ ഈ 140 കോടിയിൽ? ഹലോ, ഉണ്ടോ? അവരെക്കാളും കഴിവുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അവർ വന്നില്ല? എന്തുകൊണ്ട് ഇവര് വന്നു? അവരെ പ്രോസസ് ടേക്കപ്പ് ചെയ്തു. ഒരു ഇരുമ്പിന്റെ കഷ്ണം ഒരു മൂർച്ചയുള്ള വാളോ കത്തിയോ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഇരുമ്പിന്റെ കഷ്ണം ഒരു ചൂളയിലേക്ക് ഇടണം. വേണ്ടേ? ഒരു ചൂളയിലേക്കിട്ട് അതിനെ ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കൊല്ലൻ ഒരു ഹാമർ ഇങ്ങോട്ട് എടുക്കും. ആ ചുട്ട് പഴുത്തിരിക്കുന്ന ആ ഇരുമ്പ് കഷ്ണത്തിനെ അടിച്ച് പരത്തും. ഹലോ, ഒരു തലയുള്ളതോ 2 തലയോ മൂർച്ചയുള്ള വാളാക്കി അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ വില മാറി. ഇരുമ്പ് കഷ്ണം തൂക്കി വെക്കുമ്പോൾ വാളിന് എത്ര മടങ്ങ് അതിന്റെ വില കയറി. വില കയറാനുള്ള കാരണം എന്താ? ആ ഇരുമ്പ് പ്രോസസ് അണ്ടർഗോ ചെയ്തു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അതേപോലെ തന്നെയാണ്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വെറും ഇരുമ്പ് കഷ്ണങ്ങളായിരിക്കും, നമ്മളെ തൂക്കി വിറ്റാൽ പോലും ഒന്നും കിട്ടും. അതേസമയം നമ്മൾ ആ പ്രോസസ് ഒന്ന് അണ്ടർഗോ ചെയ്താൽ നമുക്കും ഒരു 2 തല മൂർച്ചയുള്ള വാളായി മാറാം. ഇങ്ങോട്ട് വെട്ടിയാലും ആളുകൾ ജോയിൻ ചെയ്യും, ഇങ്ങോട്ട് വെട്ടിയാലും ആളുകൾ നമ്മളെ കൂടെ ഇങ്ങനെ. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോയാൽ മതി, പേടിച്ച് ജോയിൻ. നമ്മളുടെ വാക്കുകളിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അപ്രോച്ചിലൊക്കെ മാറ്റങ്ങൾ വരും. ആ പ്രോസസ് അണ്ടർഗോ ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് റെഡി ആവണം, തയ്യാറാവണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മൈൻഡ് സെറ്റിൽ മാറ്റം വരണം. സോപ്പ് വിൽക്കുന്ന ആളായിട്ടോ, കീസോളിന്റെ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളായിട്ടോ, ന്യൂട്രിചാർജിന്റെ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുമായിട്ട് മാറാതെ നമ്മളൊരു ബിസിനസ് ബിൽഡറായിട്ട് മാറണം. ടേക്ക് ലീഡർഷിപ്പ് എടുക്കണം. ആളുകളെ നയിക്കാൻ കഴിവുള്ള ആളായിട്ട് മാറണം. അതിന് നല്ല ഡ്രീംസ് ഉണ്ടാവണം, ലക്ഷ്യബോധം ഉണ്ടാവണം. അതിനുവേണ്ടി കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ വർക്ക് ചെയ്യാൻ. ഇന്നിപ്പം ഈ കേട്ട ഇവിടുന്ന് മനസ്സിലാക്കിയ കാര്യം,
പ്രോഡക്റ്റുകൾ ഉണ്ട് മനസ്സിലായി, നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലായി, അത് ഉപയോഗിക്കുക. നേരത്തെ അഖിൽദാസി വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ കോട്ട് ആവശ്യമാണ്, ഞാൻ ഷർട്ട് ആവശ്യമാണ്, ഒന്ന് ഊരി കാണിക്കാൻ ഞാൻ ബാക്കി. എല്ലാം ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്, തിന്നുന്നത്, കഴിക്കുന്നത്, സംസാരിക്കുന്നത്, അല്ലെ? രാത്രി സ്വപ്നം കാണുന്നത് വരെ അഖിൽദാസ് എന്നോട് സോപ്പിന്റെ കഷ്ണൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഈ വല്ലവരുടെയും രാഷ്ട്രീയവും പറഞ്ഞ് വല്ലവരും കളിക്കുന്ന ഫുട്ബോളിന്റെയും ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നതിന് പകരം ആർസിഎമ്മിനെ പറ്റി ചർച്ച ചെയ്ത് ജീവിതത്തിൽ നമുക്ക് വളരാൻ എന്താണോ അവസരം അതിനെപ്പറ്റി സംസാരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സച്ചിൻ തെണ്ടുൽക്കറിന് ഈ ലോകത്തിലുള്ള ഇൻഫർമേഷൻ മുഴുവനുണ്ട്, അതുകൊണ്ടാണ് ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആയത്? അദ്ദേഹത്തിന് ക്രിക്കറ്റ് അല്ലാണ്ട് വേറെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ മുമ്പിൽ പറയാം ആ അറിയായിരിക്കും കേട്ടോ, ഞാൻ വെറുതെ ഒരു ചുമ്മാ തള്ളിയതാ. അത്രയ്ക്കൊക്കെ ഇൻഫർമേഷൻ മറ്റുള്ള കാര്യത്തിനെ പറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ ക്രിക്കറ്റിനെ പറ്റി എന്ത് ചോദിച്ചാലും അടിപൊളിയായിട്ട് പറഞ്ഞേ. എങ്ങനെ ബാറ്റ് പിടിക്കണം, എങ്ങനെ പിടിച്ചാൽ 6 അടിക്കാം, 4 അടിക്കാം, സെഞ്ചുറി അടിക്കാം, നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം, എവിടെ പ്രാക്ടീസ് ചെയ്യണം, ആരായിരിക്കും നന്നായിട്ട് നിങ്ങളെ മെന്റർ ചെയ്യാൻ പറ്റി, ആരായിരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റി, എങ്ങനത്തെ ഫുഡ് കഴിക്കണം, എന്തായിരിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എന്തായിരിക്കണം നമ്മുടെ ഡയറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ സച്ചിൻ തെണ്ടുൽക്കർ കട്ടാന്ന് പറഞ്ഞു. അടുത്ത പൊളിറ്റിക്കൽ പാർട്ടി ആരായിരിക്കും റൂൾ ചെയ്യാന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയില്ല. അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അദ്ദേഹം പ്രൊഫഷണലാണ്. നമുക്കിന്നൊരു ഫീൽഡ് തരിക. ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ലീഡ് നിൽക്കുന്ന ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ട് തരാം. ഇതിന്റെ പ്രൊഫഷണൽസ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതിന്റെ പ്രൊഫഷണൽസ് എന്ത് ചോദിച്ചാലും നമ്മുടെ കയ്യിൽ അതിന്റെ ആൻസർ ഉണ്ടാവണം. ഏത് പ്രോഡക്റ്റിനെ പറ്റി ചോദിച്ചാലും അതിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവണം. ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്ലാൻ പ്രസന്റ് ചെയ്യണം, പഠിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 വർഷം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ആർസിഎമ്മിൽ ചെയ്യേണ്ട ആകെ 2 പണിയുള്ളൂ. യൂസ് ദ പ്രോഡക്റ്റ്, പ്രൊമോട്ട് ദ പ്രോഡക്റ്റ്. ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അത് എത്ര ആളുകളിലേക്ക് എനിക്കത് എത്തിക്കാൻ പറ്റും. ആർസിഎം ഈസ് എ നമ്പർ ഗെയിം. ആർസിഎം ഒരു നമ്പർ ഗെയിമാണ്. അപ്പോ എത്ര ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും. ഇന്ന് ഇവിടെ മീറ്റിംഗ് നടക്കുന്നു. എത്ര ആളുകൾ നിങ്ങളുടെ ടീമിൽ നിന്ന് ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഒരു മീറ്റിംഗ് ശിവാസ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിംഗിലേക്ക് എനിക്ക് എത്ര പേരെ കൊണ്ടുപോയി ഇരുത്താം? വർക്ക് ഓൺ ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നിന്നും നിങ്ങളോടൊപ്പം ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്? യുവർ സക്സസ് ഡിസൈഡ്സ്. അതിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. ആവശ്യം ഒരു നമ്പർ ഗെയിമാണ്. എത്ര മീറ്റിംഗ്സ് നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ട്, എത്ര ഡിസ്പ്ലേ ഹാളുകളുണ്ട്, എത്ര ഡിസ്പ്ലേ ഹാൾസ്, നമ്പർ ഓഫ് പ്ലേസസ് പ്രോഡക്റ്റ് അവൈലബിൾ. നിങ്ങളുടെ ടീമിൽ എത്ര സ്ഥലങ്ങളിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നേരത്തെ അഖിൽദാസ് പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു നമുക്ക് ആർസിഎമ്മിൽ വളരണമെന്നുണ്ടെങ്കിൽ എന്ത് കൂടണം? PV കൂടണം. PV എന്ന് പറഞ്ഞാൽ PV പർച്ചേസ് വാല്യൂ എവിടുന്നാ വരിക? പ്രോഡക്റ്റിന്റെ വിറ്റ് വരവിൽ നിന്നാണ് വരുന്നത്. പ്രോഡക്റ്റിന്റെ വിപണനത്തിൽ നിന്നാണ് PV വരുന്നത്. പ്രോഡക്റ്റിന്റെ വിപണനം നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോഡക്റ്റ് വേണം. ആകാശത്ത് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? അതിനൊക്കെ പറയുമല്ലോ മലയാളത്തിൽ, ചുമരില്ലാതെ ചിത്രം വരയ്ക്കരുതെന്ന് പറയും. ചിത്രം വരയ്ക്കാൻ പറ്റില്ല. പ്രോഡക്റ്റ് ഇല്ലാതെ PV കയറില്ല. അപ്പൊ പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. എത്ര സ്ഥലങ്ങളിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവൈലബിലിറ്റി കൊണ്ടുവരാം? 10,000 രൂപയുടെ പ്രോഡക്റ്റ്, 20,000 രൂപയുടെ പ്രോഡക്റ്റ്, 50,000 രൂപയുടെ പ്രോഡക്റ്റ്. എത്ര സ്ഥലങ്ങളിൽ? 10,000 രൂപയുടെ പ്രോഡക്റ്റ് 50 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് ആ 50 സ്ഥലങ്ങളിലും ആക്ടിവിറ്റീസ്, നമ്പർ ഓഫ് മീറ്റിംഗ്സ് കണ്ടക്ടഡ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. നമ്പർ ഓഫ് മീറ്റിംഗ്സ് കണ്ടക്ടഡ്. അങ്ങനെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ലീഡേഴ്സ് എത്ര പേരുണ്ട്? എത്ര പേർക്ക് പ്രോഡക്റ്റ് പറഞ്ഞു കൊടുക്കാൻ അറിയാം? എത്ര പേർക്ക് പ്ലാൻ പറയാൻ അറിയാം? നമ്പർ. ആർസിഎം ഈസ് എ നമ്പർ ഗെയിം. എത്ര ആളുകളിലേക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കാം? ഈ പ്രോഡക്റ്റുകളുടെ അവൈലബിലിറ്റി എത്ര സ്ഥലങ്ങളിൽ കൊണ്ടുവരാം? അങ്ങനെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാം? നിങ്ങൾ ഒരു 10 സ്ഥലത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നു. ആ 10ൽ കൂടി 100ലേക്ക് എത്തുന്നു. 100ൽ നിന്നും 1000ങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ 1000ഓളം ഔട്ട്ലെറ്റുകൾ, ചെറിയ ചെറിയ പിക്കപ്പ് സെന്റർ അല്ല, വീടുകളിൽ
വീടുകളിൽ തുടങ്ങുന്ന RCMന്റെ ഔട്ട്ലെറ്റിന് നമ്മൾ എന്താ പറയാ? ഹോം ഷോപ്പിംഗ്, ഡിസ്പ്ലേ വാൾ. ഹോം ഷോപ്പിംഗ്, വീട്ടിൽ തുടങ്ങുന്ന കട. എത്ര രൂപ റെന്റ് കൊടുക്കണം? എത്ര ചെലവ് വരും മാസം? എത്ര ഇലക്ട്രിസിറ്റി ബില്ല് വരും? ഒന്നും വരുന്നില്ല, ഒരു ചെലവുമില്ല. അതേസമയം നമ്മളൊരു വീട്ടിൽ പോയി ഒരാളോട് സംസാരിച്ച് അയാളുടെ വീട്ടിൽ ഒരു 10,000-നോ 20,000-നോ പ്രോഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം. അയാൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അയാളെ തകരാറല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ. ഇനി ഇത് എനിക്ക് തലവേദനയായി മാറുമെന്നുള്ള പേടിയാണ്. അയാളെ കൊണ്ട് ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ ഇനി അതെനിക്ക് നാളെ തലവേദനയായി മാറരുത്, ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ പല ആളുകളും അവരുടെ റെസ്പോൺസിബിലിറ്റി ഓടി ഒളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ല ഈ RCM. ഒരു 10 പേരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു 10 സ്ഥലത്ത് ഒരു 50,000-ന്റെ പ്രോഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കൂ. നിങ്ങൾ നേരെ സ്റ്റാർ അച്ചീവർ ആവും. will be earning minimum 20, 25, 30,000 rupees monthly. ഒരു 25,000-30,000 എത്ത ഒരു 10 സ്ഥലത്ത് പ്രോഡക്റ്റ് അവൈലബിലിറ്റി കൊണ്ടുവരൂ. അവൈലബിലിറ്റി വന്നാൽ പ്രോഡക്റ്റ് സെയിൽസ് നടക്കും. പ്രോഡക്റ്റ് സെയിൽസ് നടന്നാൽ PV വരും. പ്രോഡക്റ്റ് ഇല്ല, ടീമിൽ പ്രോഡക്റ്റ് ഇല്ലല്ലോ, പിന്നെ എവിടുന്ന PV വരിക? കോഴിക്ക് എന്ത് വരുന്നു നോക്കി ഇരിക്കുന്നവരെന്നാ പറയാ. അങ്ങനെ നോക്കി PV നോക്കി ഇരിക്കുന്നവർ ഇതെപ്പോ വരാൻ ഒരു വരുന്നേ ഇല്ല. PV വരണമെങ്കിൽ പ്രോഡക്റ്റുകൾ വേണം. ഹലോ, പ്രോഡക്റ്റിന്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ കൂട്ടണം, അവിടെ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം, അവയർനെസ് പ്രോഗ്രാംസ്. സിമ്പിൾ ആണ് RCM. നമ്മൾ അതിനെ ഓരോ ഒഴിവുകൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണം. അടിപൊളി. ഇന്ന് ഇന്ത്യയിലുള്ള ദ ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനെക്കാട്ടിലും വലിയൊരു ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കോടികൾ കൊയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഇതും വെച്ച് നമ്മൾ ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആരുടെ കയ്യിൽ എന്ത് പൂമാല കിട്ടിയെന്നാ പറയാ എന്ന് പറഞ്ഞ മാതിരി അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ആവാതെ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഇരുന്ന് പഠിക്കണം. പഠിച്ചത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ ഇന്ന് ആരാണോ ഇവിടെ വിളിച്ചത് അവരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ആശയം സ്റ്റാർട്ട് ചെയ്യണം. ടൈം ഈസ് വെരി പ്രഷ്യസ്. നമ്മളെ കയ്യിൽ ഒരു 10,000 രൂപ നഷ്ടപ്പെടാൻ നമ്മൾ എത്ര ടെൻഷൻ അടിക്കും? ഹലോ, യെസ് ഓർ നോ? നമ്മളെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ നഷ്ടപ്പെടാൻ നമ്മൾ ടെൻഷൻ അടിക്കില്ലേ? നമ്മളെ കയ്യിൽ നിന്ന് ഇന്നത്തെ ഒരു ദിവസം നഷ്ടപ്പെട്ടാലോ? സാറ് ഈ മാസം കുറച്ചൊരു ജൂലൈ, ഓഗസ്റ്റ് 15, 16, സെപ്റ്റംബർ ചിലപ്പോ അയാളുടെ മാലയിട്ട ഫോട്ടോ ആയിരിക്കും ഇതിനെ കാണാൻ കിട്ടുക. മൂപ്പര് സെപ്റ്റംബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഒരു മാസം ജൂലൈയും ഓഗസ്റ്റും ഒന്നും പോയതിൽ ഒരു ടെൻഷനും ഇല്ല. ടൈം ഈസ് ഈക്വൽ ടു മണി കേട്ടിട്ടുണ്ടോ? ടൈം ഈസ് ഈക്വൽ ടു മണി. പണം നഷ്ടപ്പെടുന്നതിനെക്കാട്ടും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സമയം. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെർഫോമൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നഷ്ടപ്പെട്ടതിന് ടെൻഷൻ ഉണ്ടാവണം. ഇന്ന് ഞാനൊരു 10 പേരോട് സംസാരിച്ചില്ലല്ലോ, ആ ഒരു ടെൻഷൻ. ഇന്നത്തെ ഒരു ദിവസം പോയില്ലേ? ഒരു 10,000 രൂപ. ഇഫ് മണി ഈസ് ലോസ്റ്റ്, ഹലോ, ഇഫ് മണി ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. പിന്നെന്തായിരുന്നു? ഇഫ് ടൈം ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. അങ്ങനെയല്ലേ പറയാറ്? അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്താ? സമയമാണ്. നാളെ എന്ന് പറയുന്ന ദിവസം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ആരോട് ചോദിക്കുന്നത്? എന്റെ കയ്യിൽ കാശ് എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം, എന്റെ കയ്യിൽ സമയം എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. ഹലോ, എന്റെ ബാങ്കിൽ എത്ര കിടപ്പുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ബാങ്കിൽ എത്ര സമയം കിടപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ആ സമയം നമ്മൾ സെപ്റ്റംബറിൽ നമുക്ക് നോക്കാം. ശിവസേന ഈ മാസം ലേശം ടൈറ്റ്, അടുത്ത മാസം സെപ്റ്റംബർ അങ്ങോട്ട് തള്ളിക്കും, നവംബറിലോട്ട് തള്ളിക്കും. തള്ളി ആ ഫോട്ടോയുടെ മേലെ മാല ഇടാൻ വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കണം. ഇന്നത്തെക്കാട്ടിലും നല്ല ദിവസം ഏതാണത്? നമ്മൾ നല്ല ദിവസങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോയി ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് ഒന്ന് കറക്കുക.
സാറേ ഒന്ന് നോക്കിയിട്ട് പറയൂ എന്റെ സമയം നല്ലതാണോ? അയാൾ നോക്കിയിട്ട് പറയാം അടുത്ത 6 മാസത്തേക്ക് ഒന്നും ചെയ്യണ്ട. മൂപ്പര് അതാ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് 500 1000 കൊടുക്കും. ഇന്ന് തൊട്ട് തുടങ്ങിക്കോ വർക്കല്ല. അയാൾ ശരിയില്ല കേട്ടോ, എന്നോട് പണിയെടുക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ സാറിന് അറിയില്ല എനിക്കുള്ള അസുഖം, എനിക്ക് വിയർപ്പിന് എന്ത് പണിയെടുത്താലും വിയർക്കും. അപ്പൊ ഈ വിയർപ്പിന്റെ അസുഖം കൊണ്ട് ഞാൻ പണിക്കൊന്നും പോകാറില്ല. സമയം ഈസ് വെരി വെരി പ്രഷ്യസ്. ടൈം ഈസ് ഈക്വൽ ടു മണി. പണത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട സമയത്തിനാണ്. ഓപ്പർച്യൂണിറ്റി നല്ലതാണെന്ന് മനസ്സിലായി, ഇതിനകത്ത് ആളുകൾ സക്സസ്ഫുൾ ആവുന്നുണ്ടെന്ന് മനസ്സിലായി, ലക്ഷങ്ങളും കോടികളും ആളുകൾ ഇതിനകത്ത് വാങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി, ഞാൻ അതിനകത്തൊന്നും ഇടാനില്ലാന്ന് മനസ്സിലായി. എനിക്ക് എന്തായാലും ദിവസവും സോപ്പും വേണം, പേസ്റ്റും വേണം. പിന്നെ എന്തിനാ മാറി നിൽക്കുന്നത്? ഇനി ഞാൻ പോയി പറയുന്ന ആൾക്കാർ ഇനി അവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിച്ചു, നിങ്ങളെ പറ്റി ആലോചിക്കുന്ന അയാളെടുത്ത സമയം. ഞാൻ എല്ലാവരോടും ആസിമിനെ പറയാൻ പറയും. അയാളുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആസിമിൽ വരും. എല്ലാവരോടും പറയും. ആരും കേൾക്കാനുണ്ടെങ്കിൽ റോട്ടിൽ ഏതെങ്കിലും നായ്ക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് കിട്ടും. പക്ഷെ പറയണം, പറഞ്ഞില്ലേ എനിക്ക് കിട്ടൂല. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കണം. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയണം അയാളെടുത്ത് പോയിട്ട് കാര്യമല്ലോ, എപ്പോഴും മാർസ്യം 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 എന്നാ പറയും. എന്ത് വായെടുത്ത് കഴിഞ്ഞാൽ കാരണം മൂപ്പർക്ക് പൊളിറ്റിക്സ് പറയാൻ പറ്റുന്നില്ല, മൂപ്പർക്ക് ഫുട്ബോൾ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സോപ്പിന്റെ കഥ പറയുന്നു, ആർസിമിനെ പറ്റി പറയുന്നു, DC ജബ്രാജിനെ പറ്റി. മൂപ്പർക്ക് അതിനോട് താല്പര്യമില്ല. മൂപ്പർക്ക് താല്പര്യം എന്താ? ഈ രാഷ്ട്രീയം പറയാനും ഫുട്ബോൾ പറയാനും ക്രിക്കറ്റ് പറയാനും മൂപ്പർക്ക് താല്പര്യം. ആ ഞാൻ അങ്ങോട്ട് ചെന്നാൽ വിനോദി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആർസിയം തുടങ്ങും. അപ്പൊ കഴിയും നമ്മൾ ഒഴിവാക്കി. മൂപ്പർക്ക് ഈ ഇങ്ങനെ കഥ പറയുന്ന കുറെ എണ്ണത്തിന് വേണം. അപ്പൊ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകള് വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മാറും. വേണ്ടിയോ? വേണം. അപ്പൊ അങ്ങനെ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. ഇന്നൊരു ഡിസിഷൻ എടുക്കും. ഐ വാണ്ട് ടു ഗ്രോ. എനിക്ക് വളരണം. ഒന്ന് എണീറ്റിരിക്കാവോ? നമ്മൾ തീരുമാനം എടുക്കുകയാണ് വളരാൻ വേണ്ടിയിട്ട്. ആർസിം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, മനസ്സിലായോ? ആർസിം ഈസ് ദ വൺ ഓഫ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കൈ ഉയർത്തിട്ട് യെസ് എന്നൊന്ന് പറഞ്ഞേ. മനസ്സിലായല്ലോ? ആർസിം ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്, മനസ്സിലായില്ലേ? യെസ് യെസ്. ആർസിം ഈസ് ദ ബെസ്റ്റ് ആൻഡ് നമ്പർ 1 ഡയറക്ട് കമ്പനി ഇൻ ഇന്ത്യ. ഇതിനെക്കാട്ടും വലിയ ഒരു ഡയറക്ട് ഇൻഡസ്ട്രി ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഇത്രയും ന്യായമായ വിലയിൽ, ഇത്രയും എത്തിക്കലായിട്ട് ഗവൺമെന്റ് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസിനെ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി നമ്മുടെ നാട്ടിലില്ല. ഇന്ന് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് നിന്നുകൊണ്ട്, കണ്ണടച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ ലൈഫിനെ പറ്റിയിട്ടാണ്. എങ്ങനെ തുടങ്ങണം, എവിടെ വെച്ച് തുടങ്ങണം? മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ വിളിച്ച ആളുകളോട് ചോദിച്ചു.